ഒരു വഴി സാറൊന്ന് വഴി കൊടുക്കണേ. വരാൻ പറ്റി നേരെ നമുക്ക് ഇങ്ങോട്ടാ ഒന്ന് വഴി കൊടുക്കണം സാറേ. ഇത് ബാക്കിലുള്ളവർ കാണണം. ഇന്ന് ഇറങ്ങിയിട്ട് പിന്നെ ആ സൈഡിലോട്ടൊന്നും സാക്ഷികളാകാം. പ്രാർത്ഥനയോടെ ചിലരിൽ തുടക്കം കുറിക്കാം. അതിനായി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്ലാസസ് സെക്രട്ടറിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Please come forward. Ladies and gentlemen, give us a warm round of applause as we are going to have Mamita Paisal as a special guest to inaugurate this beautiful program. ഇവിടെ സാറേ ഇവിടെ നിൽക്കാവോ? ഒന്ന് നടക്കാവോ? ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാവരെയും കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഫാദർ ജോൺസൺ സർ പറഞ്ഞ പോലെ എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ടാവും. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ thank you so much for inviting me here to the event. My heartfelt congratulations to the management, the doctors, the entire Rajagiri team for this huge step. സത്യം പറഞ്ഞാൽ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് കോസ്മെറ്റിക് അല്ലെങ്കിൽ റീകൺസ്ട്രക്റ്റീവ് എന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മൾ കേൾക്കുമ്പോൾ അപ്പിയറൻസ് വൈസ് അല്ലെങ്കിൽ സൗന്ദര്യവർദ്ധനം എന്തെങ്കിലും കണ്ടീഷൻസിനുള്ള ട്രീറ്റ്മെൻറ്റ് ഇത് മാത്രം ആണെന്നാണ് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത്. പക്ഷേ അതിലുപരി ഒരു ബിഗർ എയിം ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്മളെന്തെങ്കിലും ഫിസിക്കൽ ട്രോമാസിലൂടെ കടന്നു പോകുന്നവർ, അതിൽ നിന്ന് റിക്കവർ ആവുന്നവർ, ക്യാൻസർ സർവൈവേഴ്സ് അല്ലെങ്കിൽ ജനിതകമായിട്ട് എന്തെങ്കിലും കണ്ടീഷൻസ് ഉള്ളവർ, ഇവർക്കൊക്കെ ഒരു ഹോപ്പ്, ഒരു കോൺഫിഡൻസ്, ക്വാളിറ്റി ഓഫ് ലൈഫ് ഇതെല്ലാം വീണ്ടെടുക്കാൻ പറ്റുന്നതാണ് ഈ കോസ്മെറ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ്. സോ അതിന് എനിക്കിവിടെ ഇതിനൊരു പാർട്ടാവാൻ കഴിഞ്ഞത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് അഭിമാനമുണ്ട്. എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ പരിപാടി
പരിപാടി നടക്കുമ്പോൾ പോകുമ്പോൾ അവിടെ കുറേ നഴ്സുമാർ അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ പറഞ്ഞാൽ കുഡോസ് ആക്ച്വലി ഭയങ്കര ഒരുപാട് സന്തോഷം. ഞാൻ ഒരു ഡോക്ടറാണ്, ഡോക്ടറാണ്. അപ്പോൾ ആ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ എനിക്കറിയാവുന്ന കഷ്ടപ്പാട് കൂടിയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആൾക്കാരും എത്രത്തോളം അവർ അവരുടെ ഹാർട്ട് അഡ്മിറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് എനിക്കറിയാം. അപ്പോൾ ഭയങ്കര സന്തോഷം. താങ്ക് യു സോ മച്ച്. മമിത അടക്കം അതേന്ന് തോന്നുന്നു. ഫിഫ വേൾഡ് കപ്പ് ഫൈനലിലേക്ക് അടുക്കുകയാണ്. അപ്പം ഞങ്ങളിവിടെ ചെറിയൊരു സർപ്രൈസ് തരികയാണ്. നമുക്കിപ്പം ഇംഗ്ലണ്ട്, അർജൻറ്റീന, സ്പെയിൻ അതിൽ ഒരാൾ വിജയികളാകുമെന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ചോദിക്കുകയാണ്, ഏത് ടീമിൻ്റെ ഫാനാണ്? ഞാൻ അങ്ങനെ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഫിഫ കാണൽ കുറവാണ്, കാരണം ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് എല്ലാ ടീമും ഞാനങ്ങനെ പ്രത്യേകിച്ച് ഒരു ടീമിന്റെ സൈഡ് പിടിക്കുന്നില്ല. ജയിക്കുന്ന ടീം മാറി മാറി എന്തായാലും ഇവിടെ എനിക്കറിയാം ഞാൻ ഏത് ടീമിന്റെ ഫാനാണ്, പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് 3 ടീമുകൾ മത്സരിക്കുന്നവരിൽ ആരും ജയിച്ചോട്ടെ, പക്ഷേ ഞങ്ങളുടെ ഒരു സന്തോഷം ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നു, ഇപ്പോൾ US നടക്കുന്നു. പക്ഷേ അതിന് ബോള് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ പ്രിയപ്പെട്ട ഒരു സാറ് വിദേശ യാത്രയിൽ സംഘടിപ്പിച്ചതാണ്, അർജൻറ്റീനയുടെ പ്ലേ ഒക്കെ കണ്ടുവരുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു ബോൾ ഒറിജിനൽ തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ ആ ബോളൊന്ന് വേദിയിലേക്ക് കൊണ്ടുവരണം. അച്ഛൻ നമ്മുടെ മിസ് മമിത ബൈജുവിന് അത് ഗിഫ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യണം. ഒറിജിനലാണ് കേട്ടോ, ഫിഫയിൽ നിന്ന് നേരിട്ട് നമ്മൾ വാങ്ങിയതാണ്. നമ്മൾ ഒരു നിമിഷം ജോസ് പോൾ സാറിനെ കൂടെ അച്ഛൻ ഈ ഒരു വേദിയിലേക്ക് വിളിക്കുന്നുണ്ട്. സാർ ഈ പ്രദേശത്തുണ്ടെങ്കിൽ ഒന്ന് കയറി വരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ സ്പെയിൻ, അർജന്റീന അല്ലെങ്കിൽ ഇംഗ്ലണ്ട് അതിലാരും വിജയമായിക്കോട്ടെ, നമ്മൾ ആവേശത്തോടെ ഫുട്ബോളിൻ്റെയും ഈ ഒരു വേദിയിൽ വരവേൽക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട അതിഥിക്ക് ഒരു ഒറിജിനൽ ഫിഫയുടെ ഫുട്ബോൾ സമ്മാനിക്കുന്നുണ്ട്. കയ്യടി കൊടുക്കാട്ടോ. താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു ഇതെൻ്റെ ബ്രദറിനായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷമാണ്, ബിക്കോസ് ഹീസ് എ ഹ്യൂജ് ഫുട്ബോൾ ഫാൻ. അപ്പോൾ ഞാനിത് ചേട്ടന് വേണ്ടിയിട്ട് പ്രസൻറ്റ് ചെയ്യാം. അതേപോലെ വേറൊരു കാര്യം പറയാനുണ്ടായിരുന്നത്, നെക്സ്റ്റ് മന്ത് എൻ്റേതുൾപ്പെടെ ആയിട്ടുള്ള എൻ്റെ 2 പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. അതല്ലാതെ കൂടെ മറ്റ് നല്ല നല്ല സിനിമകളൊക്കെ ഇറങ്ങുന്നുണ്ട്. എനിക്കറിയാം നിങ്ങളെല്ലാവരും ബിസിയാവുന്നത്, പക്ഷേ എൻ്റെ പടത്തിൻ്റെ ഒന്ന് വിശ്വനാഥ് ആൻഡ് സൺസ്, അത് August 14 റിലീസാവും. പിന്നെ August 20 ബെത്ലഹേം കുടുംബ യൂണിറ്റ് റിലീസാവും. അപ്പോൾ നിങ്ങളെല്ലാവരും പറ്റുന്ന പോലെ തിരക്കൊക്കെ ഒന്ന് മാറി നിൽക്കുന്ന സമയത്ത് പറ്റുമ്പോൾ കുടുംബത്തോടെയും ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോയി കാണാൻ ശ്രമിക്കുക. നല്ല നല്ല പടങ്ങൾ അടുത്ത മാസം റിലീസാവുന്നു. സോ താങ്ക് യു. ഞങ്ങളുടെ കൂടെയുള്ള ആളാണ്, ഞങ്ങളുടെ ഫാമിലിയിലുള്ള ആളാണ്. ഇതാണ് അവരുടെ ഫാമിലി ഫോട്ടോ. ബൈജു എൻ്റെ MBBS ക്ലാസ്മേറ്റ് കിടന്നൂർ ഒരു ബിസി ഹോസ്പിറ്റൽ നടത്തുന്നു. ഇന്ന് വരാൻ പറ്റിയില്ല. വൈഫ്, ബൈജുയുടെ വൈഫ്, മദർ ഗൈഡ് ആൻഡ് മെൻറ്റർ മിനി ആൻഡ് മിഥുൻ ബ്രദർ ആൻഡ് ഗാർഡിയൻ. ഈസ് ഓൾവേസ് ഇവിടെ ഉണ്ട്. മിഥുൻ ഇപ്പോൾ ആ ക്യൂട്ട് സ്മൈൽ അതേ പോലെ ഉണ്ടായിരുന്നു. ആ പബ്ലിക് ക്യാരക്ടർ അതേ പോലെ ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും കാണാം ആ സ്മൈൽ ഇപ്പോഴും കൊണ്ടുവന്ന് നടക്കുന്നത്. മമിതയിൽ പാട്ട് പാടാൻ പറ്റുമെന്നുള്ളത് ഞാൻ ചോദിച്ചിരുന്നു മമിതയിൽ. ആ എക്സ്പ്രഷൻസ് ഒന്നും നോക്കില്ല. ഇത് എൻ്റെ ക്ലാസ്മേറ്റ് സുമ എനിക്ക് അയച്ചു തന്നാണ്. 20 വർഷം മുമ്പ് വിൻസെൻ്റ് കാസലിൽ ഞങ്ങളുടെ കോട്ടയത്ത് വെച്ച് ഞങ്ങളുടെ ബാച്ച് ഗെറ്റുകളിൽ പെർഫോം ചെയ്തതാണ് മമിത. അന്നത്തെ ആ ആദ്യത്തെ എക്സ്പീരിയൻസ് കണ്ടാൽ തന്നെ അറിയാം, നമ്മുടെ ജഗദീഷ് ശ്രീകുമാർ പച്ചാളം വാസിയായിട്ട് അവതരിപ്പിച്ച ആ എക്സ്പ്രഷൻ മമിതയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ്. ആ ഒരു നല്ല കൂട്ടായ്മയിൽ മമിത ഡാൻസും ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെയൊക്കെ ഇടയ്ക്ക് ഡാൻസും പഠിപ്പിക്കുന്നുണ്ടായിരുന്നു.
അൺഫോർച്ചുനേറ്റ്ലി മമ്മൂട്ടി ഡാൻസ് ചെയ്യുന്ന വരെ ബാക്കിയുള്ളവരുടെ കാലിൽ ചവിട്ടിയാണെന്ന് മാത്രം. അങ്ങനെ ആ ലാഡറിൽ ക്ലൈംബ് ചെയ്യുന്ന മമിതയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിനുശേഷം മലയാള സിനിമയിലൂടെ കയറി ഖോഖോ കളിച്ച് നമ്മുടെ മനസ്സിലേക്ക് കയറിയ മമിത. വളരെ തീക്ഷ്ണമായിട്ടുള്ള ഖോഖോയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് പിന്നെ ഹൈ സ്പീഡിൽ ഒരു കാർ ഓടിക്കുന്നതാണ്. അതാണ് പ്രേമലുവില് നമ്മുടെ മിനി കൂപ്പർ കാറുമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് ചേക്കേറിയുന്നു മമിത. ഇങ്ങനെ മമിത ആ ആദ്യം ചവിട്ടിയ പടികൾ കയറി 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 ഇപ്പോൾ നമ്മുടെ തമിഴകത്തേക്കും ചെന്നിരിക്കുകയാണ്. തമിഴത്തിൻ്റെ ചീഫ് മിനിസ്റ്ററായ വിജയ്, നമ്മുടെ അവിടുത്തെ സൂപ്പർ സ്റ്റാറുകളായ സൂര്യ, ഇവരുടെ എല്ലാം കൂടെ അഭിനയിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ചെറുപ്പക്കാരായ മമ്മൂട്ടിക്കും മോഹൻലാലിനും പൃഥ്വിരാജിനും ഒരു ചാൻസ് കൊടുക്കണമെന്നുള്ള അപേക്ഷ മാത്രമേ ഉള്ളൂ മകനെ. അജി അമിത, ജനനായകം ഈ മാസം ഉണ്ടാവത്തില്ലേ? ഇവിടെ ഉണ്ടാവും, അതെ അവിടെയാണോ? അറിയില്ല.